ഹായ് ഗൈസ്, നിങ്ങൾ കിളിബോയ് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഈ ബിരിയാണി കഴിച്ചപ്പോൾ തുടങ്ങി എൻ്റെ കിളിബോയോണ്ടിരിക്കും. ഈ തൊടയമേലുള്ള ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, പാത്രത്തിലുള്ളതിന് അത്ര ടേസ്റ്റ് ഇല്ല. താഴെ കിടക്കാൻ തോന്നും നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തിന്നണല്ല. ഈ സബോള എന്താ വായിരിക്ക് വരാത്ത? ഇങ്ങോട്ട് വാ സബോള, ഇതെന്ത് കഷ്ടമാണ്. ഇങ്ങോട്ട് വാ. എൻ്റെ പൊന്നെ, ഒരു കഷ്ടം സബോള തിന്നാൻ പറഞ്ഞ പാട്. ഇനി കുറച്ചു നേരം കിടന്ന് കഴിക്കാം. പറ്റായിട്ട് പാടില്ലേ ബിരിയാണി കഴിച്ച്. ഇനി കുറച്ചു നേരം കിടന്ന് കഴിക്കുന്നു, ഇരുന്ന് കഴിക്കുന്നു, നിന്ന് കഴിക്കുന്നു. ഇവന്റെ നോട്ടം കണ്ടിട്ട് ഇവൻ ക്യാമറയിൽ പകർത്തി എനിക്ക് പണി തരാനുള്ള പരിപാടി. അപ്പുറത്തേക്ക് പോവാം. ഈ വണ്ടി എന്താ ഇവിടെ നിൽക്കണ? ഇതിനെ ഞാൻ ഇന്ന് ബിരിയാണി കഴിച്ചപ്പോൾ തുടങ്ങിയ സുഖമില്ല. ഈ വണ്ടീനെ ഞാനിപ്പോ പപ്പടാക്കും. ഇതെന്താന്നറിയില്ല, ഇതെന്താ ഓടാത്ത സാധനം. അതാരാതി കൂടെ പോയി ഇവളെ എന്ന് ഞാനിപ്പോ ശരിയാക്കി. എവിടെ നിൽക്കണി? അല്ല, ഈ ചെടി ഇവിടെ ആരെ കൊണ്ട് ഇത്ര ദിവസം ഞാൻ കണ്ടില്ലല്ലോ. ഈ കളറൊരു സുഖമില്ലല്ലോ. ഇതെന്തിനാ ഇവിടെ വെച്ചേണേ? ഈ ചെടി ഇവിടെ ആവശ്യമില്ല. ഇങ്ങനെ പോട്ടെങ്കിൽ അല്ല പിന്നെ ദൈവമേ, ഇവള് കാണും ചെയ്തല്ലോ. എന്നെ ഒറ്റ കൊടുക്കോ? കൈമയാണെങ്കിൽ മണ്ണുമായിട്ടുണ്ട്. ദൈവമേ, ചെളിയായില്ലേ കൈമ? തെളിവില്ലാണ്ടിക്ക് ഇനി ഒറ്റ വഴിയുള്ളൂ, ഒരു വീക്ക് കൊടുക്കാം. എന്താ കിടക്കണം നിങ്ങളുടെ ചെടി? ദൈവമേ, ഇനി കുറച്ച് നീങ്ങി നിൽക്കാം, അല്ലെങ്കിൽ എൻ്റെ തലയിലാവും. ആരെങ്കിലും കണ്ടോ? എടാ ദുഷ്ടാ, നീ ക്യാമറ പിടിച്ചോണ്ടിരിക്കായിരുന്നോ? തല്ലല്ലേടി എന്റെ മോളാടി, നിന്റെ മൂത്ത മോളാടി. അത് വിളിക്കുന്നത് ഞാനല്ലേടി. ഞാൻ നീങ്ങി നിൽക്കണ കണ്ടില്ലേ? കയ്യും കെട്ടി പാവൻ ഞാൻ. നാട്ടുകാരെ, ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നുണ്ടല്ലേ? ഞാനല്ല ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ കണ്ടോ? ഇവിടുത്തെ മൂത്ത മോളതൊക്കെ ചെയ്തത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനി പന്ത് തട്ടി കളിക്കാന്ന. എന്റെ ദൈവമേ, വേണ്ടായിരുന്നു. ആ ബിരിയാണി തിന്നപ്പോ തുടങ്ങിയ കഷ്ടകാലാണ്. ഈ പന്ത് എന്നെ കൊണ്ട് പോളൂ. ഞാനില്ല, ഫുട്ബോൾ കളി നിർത്തി. കുറച്ചും കൂടി വലുതായിട്ട് മെസ്സി കളിക്കാം. ചെരുപ്പിന്റെ ഇടയിൽ കൂടെ പന്തൊക്കെ പോകണ്ടല്ലോ. ഈ പന്ത് ഇവിടെ കിടക്കട്ടെ. അല്ല, ഈ ചെടി ഞാനിപ്പോ തന്നെ പറിച്ചു കളഞ്ഞതല്ലേ? ഇത് പിന്നെയും വന്ന ഈ ചെടി ഇവിടെ. ഞാൻ ആ ചെടി ഉന്നമിച്ച് വന്നതായിരുന്നു. നീ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്റെ ക്യാമറ എന്ന് മാറ്റിയെങ്കിൽ ഞാനത് പറിച്ചു കളഞ്ഞേനെ. ഒന്നും കൂടി പറിച്ചു നോക്കാം. അവന്റെ ക്യാമറയും കൊണ്ട് അവൻ നീങ്ങിപ്പോയിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ആരും കണ്ടില്ല. അവന്റെ ക്യാമറയിലും പെട്ടിട്ടില്ല. രക്ഷപ്പെട്ടു. ദൈവമേ, ഇവന്റെ ക്യാമറ. സോറി ഗൈസ്, എന്നോട് ക്ഷമിക്കണം. ഇവരെന്നെ ഇടിച്ച് പാപ്പടാക്കിയിട്ട് ബാക്കി എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.